തൃശൂർ കാഞ്ഞാണി സെന്ററിൽ ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവാകുന്നു. വീതി കുറഞ്ഞ കാഞ്ഞാണി സെന്ററിൽ നിന്ന് അന്തിക്കാട്, വാടാനപ്പള്ളി, ഗുരുവായൂർ, തൃശൂർ എന്നിവിടങ്ങളിലേക്ക് നിരവധി വാഹനങ്ങളാണ് പോകുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒട്ടേറെ വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. സിഗ്നൽ ലൈറ്റുകളില്ലാത്ത കാഞ്ഞാണി സെന്ററിൽ വാഹനങ്ങളുടെ കൂട്ടിയിടി പതിവായി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒട്ടേറെ വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രിയാണ് അപകടങ്ങൾ ഏറെയും. കഴിഞ്ഞ ദിവസം രാത്രി പെരിങ്ങോട്ടുകരയിൽ നിന്നു വന്ന കാർ തൃശൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറുമായി കൂട്ടിയിടിച്ച് പള്ളിപ്പാട്ട് ജ്വല്ലറിയിലേക്ക് ഇടിച്ചു കയറി. 2 കാറുകളിലെയും യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. ഈ ജ്വല്ലറിയുടെ ഷട്ടറിൽ കാർ ഇടിക്കുന്നത് 2ാം തവണയാണ്. ഒട്ടേറെ ബൈക്കുകളും അപകടം ഒഴിവാക്കാനുള്ള ശ്രമത്തിനിടെ തെന്നി വീണിട്ടുണ്ട്. ശബരിമല മണ്ഡലകാലമായതോടെ വാഹനങ്ങളുടെ തിരക്ക് രാത്രികാലങ്ങളിൽ കൂടിയിട്ടുണ്ട്. ഗുണനിലവാരമുള്ള മെക്കാഡം റോഡുകൾ ആയതോടെ വാഹനങ്ങളുടെ വേഗതയും കൂടി. റോഡ് വികസനത്തിന്റെ ഭാഗമായി കാഞ്ഞാണി സെന്റർ വികസനത്തിന് MLA ഫണ്ട് അനുവദിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. നടപടി ഒന്നുമായിട്ടില്ല. റോഡുകളിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും പൊതുമരാമത്ത് വകുപ്പ് നടപ്പാക്കിയിട്ടില്ല. നാഷണൽ ഹൈവേ 66നെ തൃശൂരുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് തൃശൂർ വാടാനപ്പള്ളി റോഡ്. മീഡിയ ടൈം, തൃശൂർ.